ചങ്ങായിമാരെ ഞാൻ എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും കൂടുതൽ ചിരിച്ചത് എപ്പാന്നറിയാം, നമ്മളെ സംഖ്യയുടെ എടപ്പാളോട്ടില്ലേ, എടപ്പാളോട്ടം കണ്ടപ്പോഴാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചത്. അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഇന്നലെയാണ്. നമ്മൾ ആരിഫ് ഹുസൈന്റെ ലണ്ടനോട്ടില്ലേ, ലണ്ടനോട്ടം കണ്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ചിരിച്ചത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനുണ്ടല്ല, ഇങ്ങനെ നാണം കെട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാരുടെ മുന്നിലുള്ള ഒരിക്കലും വരൂല. പക്ഷെ അഭിമാനം എന്തെന്നറിയാത്ത, ആത്മാഭിമാനം എന്തെന്നറിയാത്ത, നാണവും മാനവും ഉളുപ്പില്ലാത്ത നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് സ്വയം വെളുപ്പിക്കാൻ വേണ്ടിട്ട്. നിങ്ങളത് നോക്കിയാട്ടെ, 15 മിനിറ്റ് പഴം വിഴുങ്ങിയതുപോലെ അവിടെ നിന്ന് നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ലോകം മൊത്തം കണ്ടതല്ലേ. അവസാനം എന്റെ മൊബൈലിന് റേഞ്ച് കിട്ടുന്നില്ലാന്ന് പറ്റി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാ ചീഞ്ഞ ആരിഫ് ഹുസൈനില്ലേ, ആ ആരിഫ് ഹുസൈൻ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ. എന്നാ പിന്നെ ആരിഫെ നിന്റെ ഫോൺ റേഞ്ച് ഇല്ലെങ്കിൽ എന്റെ ഫോൺ എടുത്തോ, എന്റെ ഫോൺ റേഞ്ച് ഉണ്ടെന്ന് മറ്റേ ചങ്ങായി പറഞ്ഞപ്പം തൂക്കിയല്ലോ നാതാന്ന് പറഞ്ഞിട്ട് ചീഞ്ഞു നാറിയ ആരിഫ് ഹുസൈനെയും നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഇത്രയൊക്കെ നമ്മൾ ലോകവും കണ്ടിട്ടുണ്ടല്ല. നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല, ആരിഫ് ഹുസൈൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ തോറ്റിട്ടില്ല എന്നാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ലോകം മൊത്തമുള്ള ആരിഫ് ഹുസൈൻ ഉണ്ടല്ല തോറ്റ് തുന്നമ്പടി ഓട്ടം ഉണ്ടല്ല. ആ ഓട്ടം കണ്ടിട്ടും ആരിഫ് ഹുസൈൻ മാത്രമല്ല നമ്മളെ നാട്ടിലെ സംഘികളും ക്രിസംഖികളും ഉണ്ടല്ല, അവർ ഇതുവരെ ഉണ്ടല്ല ആരിഫ് ഹുസൈൻ തോറ്റൊന്നും സമ്മതിച്ചിട്ടില്ല. ആ സംഘികളും ക്രിസംഖികളും എന്താ പറയുന്നറിയാ, ആരിഫ് ഹുസൈൻ ഉണ്ടല്ല വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാന്ന് അവരൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ സംഘികളെയും ക്രിസംഖികളും കണ്ടപ്പോഴാട്ടാ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ആ സംഘികളെയും ക്രിസംഖികളെയും എത്രമാത്രം പൊട്ടന്മാരാക്കിയെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ഇന്നലെ ലണ്ടനോടി ആ ഓട്ടം ഉണ്ടല്ല, ആ ഓട്ടം എവിടെ നിർത്തിയെന്നറിയാം, നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫേസ്ബുക്കിലാണ് ആരിഫ് ഹുസൈൻ ആ ഓട്ടം നിർത്തിയത്. അങ്ങനെ ഓട്ടോടല്ല ഫേസ്ബുക്കിൽ വന്ന് നിർത്തിയിട്ട് നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റ് നിങ്ങൾ കേട്ടാണ്ടല്ല ചിരിച്ച് പണ്ടാടങ്ങും. എന്തായാലും നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ഫേസ്ബുക്കിൽ വന്നിട്ട് ഞാൻ തോറ്റിട്ടില്ലാന്ന് സംഘികളെയും ക്രിസംഖികളെയും പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്ന ആ പോസ്റ്റ് ഞാൻ വായിക്കാം. ആരും തിരക്ക് കൂട്ടണ്ട, തെളിവൊക്കെ വരും. ആവർത്തിക്കുന്നു, അവീതത്തിലുള്ള സ്വന്തം മകളെ കെട്ടാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് എല്ലാ തെളിവുകളും വെച്ചുള്ള പൂർണ്ണ വീഡിയോ ഉണ്ടാകും. അതുവരെ ഉണ്ണാക്കന്മാരും മുക്കാം വീഡിയോക്കാരും പരമാവധി പരസ്യം നിന്ന് പിന്തുണ നൽകുക. അത് കഴിഞ്ഞ് ഈ ദാവഗാങ്ങുമായുള്ള ഓൺലൈൻ സംവാദ പരമ്പര, അങ്ങനെ നമ്മൾ അന്താരാഷ്ട്ര ദാവഗാങ്ങുമായി ഇനി കളി, അതിനവർ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ സ്പീക്കേഴ്സ് കോർണറിൽ ദാവാഗുണ്ടുകളും അവരുടെ കേരള ബന്ധുക്കളെയും എല്ലാം നേരിട്ട് കണ്ടു. UK യാത്രയിൽ മനസ്സിലായത് ഇതാണ്, ഈ ടീമുകൾക്ക് ലണ്ടനെ കുളം തോണ്ടാൻ ശ്രമിക്കാം, പക്ഷെ സാധിക്കില്ല. എന്നാൽ ഈ കുളം തോണ്ടൽ ശ്രമകാലം വലിയ അസമാധാന സമയമായിരിക്കും. എന്താണ് എന്നൊക്കെ 2 ദിവസത്തെ യാത്ര കൂടെ ഉണ്ട്. ആ തിരക്ക് കഴിഞ്ഞ് വിശദമായി പറയാം. ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഇസ്രായേലിൽ നിന്നും 2 നിന്നും ഊക്കുവാങ്ങിയവൻ. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, നമ്മൾ ആരിഫ് ഹുസൈൻ എത്രമാത്രം തൊലിക്കെട്ടിയുണ്ടെന്ന്. ലോകം മൊത്തം കണ്ടതാണ് ഇവൻ തോറ്റ് തുന്നമ്പാടി കണ്ടം വഴി ഓടുന്നത്. എന്നിട്ട് ഇവൻ വന്നിട്ട് പറയുന്നു ഞാൻ തോറ്റിട്ടില്ലാന്ന്. അപ്പോഴല്ല തൊലിക്കെട്ടിന്റെ കാര്യത്തിലുണ്ടല്ല കാണ്ടാമൃഗം ഉണ്ടല്ല ഇവന്റെ മുന്നിൽ തോറ്റ് തുന്നമ്പാടും. ഇവൻ ഈ പോസ്റ്റ് പറഞ്ഞിട്ടില്ല, ഇന്നലെ ഇവനെ ലണ്ടനിൽ കണ്ടം വഴി ഒഴിച്ച ടീമില്ലേ, ആ ടീമിന്റെ കൂടി ഉണ്ടല്ല ഇവൻ ഒരിക്കൽ കൂടി സംവാദത്തിന് ഇറങ്ങുന്നുണ്ട് പോലും. അങ്ങനെയാണെങ്കിലുണ്ടല്ല ആ സംവാദത്തിലും ഇവരുണ്ടല്ല തോറ്റ് തുന്നമ്പാടി ഓടുമ്പം അതിനും ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കാൻ വേണ്ടി സംഘികളും ക്രിസംഘികളും പിന്നെ ഈ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ഒരു ഗോഡൌൺ തന്നെ തുടങ്ങേണ്ടി വരും. എന്റെ ആരിഫ് ഹുസൈനെ നീ വീണ്ടും ഉണ്ടല്ല നിന്നെ ഇന്നലെ ലണ്ടനിൽ ഓടിച്ച ആ ടീമിന്റെ കൂടെ മുട്ടാനാണ് പോകുന്നെങ്കിൽ നിന്റെ കാര്യം ഞാൻ പറഞ്ഞെ, നീ ഉണ്ടല്ല പാണ്ടിലോറിന്റെ മുന്നിൽ നെഞ്ചും പിരിച്ചിരിക്കുന്ന കുറച്ച് മന്ദബുദ്ധികളിലെ ആ മന്ദബുദ്ധിന്റെ അവസ്ഥയായിരിക്കും നിന്റെതും. അവന്മാർ നീ ഇപ്പോൾ ലണ്ടനോട്ടൂലെ ആ ഓട്ടത്തിനേക്കാളും ഉണ്ടല്ല നിന്നെ നാണം കെടുത്തി വിടും. ആരിഫ് ഹുസൈനെ നിനക്ക് പറ്റിയ പണിയെന്നറിയാം, നിന്റെ ചാനലുണ്ടല്ലോ, നിന്റെ ആ കോളിംഗ് പരിപാടി ഉണ്ടല്ല, സംഖ്യക്കും ക്രിസംഖ്യ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് മുസ്ലിം നാമധാരിയായിട്ട് ഫോൺ വിളിപ്പിക്കുന്ന ആ പരിപാടി. അങ്ങനെ അവരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് അവരെ തന്നെ നീ തോപ്പിച്ചിട്ടുണ്ടല്ല, അവരെ തന്നെ പറ്റിക്കുക. അതായത് സംഘികളെയും ക്രിസംഖ്യയും ഉണ്ടല്ല അവരെ തന്നെ നീ പറ്റിക്കുക. അതാണ് നിനക്ക് പറ്റിയ പണി. അതായത് നിന്റെ സ്വന്തം ചാനൽ ഇരുന്നിട്ട് ഉടായ്പ നടത്തിയിട്ടുണ്ടല്ല, സംഘികളെയും ക്രിസംഖ്യയും പഠിച്ചിട്ട് അങ്ങനെ ജീവിച്ചോ, അതേ നിനക്ക് പറ്റൂ. അല്ലാതെ നീ ആ ലണ്ടൻ ടീമിന്റെ അടിക്കണ്ടല്ലോ, വീണ്ടും മുട്ടാൻ പോയി കഴിഞ്ഞാൽ എന്റെ ആരിഫ് ഹുസൈനെ നിന്റെ അന്ത്യാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ആരിഫ് ഹുസൈനെ നിന്നെ കൊണ്ടുള്ള ഒരു ഉപകാരം ഉണ്ടായി. എന്താ ഉപകാരം എന്നറിയാം, ലണ്ടനിലൊന്നും ഉണ്ടല്ല മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടൂലെന്ന് നിന്നെ കൊണ്ട് നമുക്ക് മനസ്സിലായി. എന്റെ ആരിഫ് ഹുസൈനെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിച്ചു അങ്ങനെ ഒരു ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട്? നീ അതും പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ കിടന്ന് വേർത്തപ്പെടല, ആ വേർപ്പ് ഒപ്പാൻ പോലും നിന്റെ കൂടെ കുറെ മലയാളികൾ ഉണ്ടായില്ലേ, അവരൊന്നും ഉണ്ടായില്ലല്ലോ. അതായത് നിന്റെ കൂടെ ഉണ്ടല്ലോ നിന്റെ വേർപ്പൊപ്പാൻ വന്ന കുറെ മലയാളികൾ ഉണ്ടായില്ലേ, അവര് വരെ ഉണ്ടല്ല നീ കണ്ടം വഴി ഓടുമ്പോഴല്ല അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കലായിരുന്നു. അതായത് നിന്റെ കൂടെ ഉണ്ടായ ടീമില്ല അവർക്ക് വരെ ഉണ്ടല്ല നീ ശരിക്കും എത്രമാത്രം പൊട്ടനാണെന്ന് ഇന്നലെയാണ് മനസ്സിലായത്. എന്താണ് നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല ആദ്യത്തെ പോസ്റ്റിന് ശേഷം ഉണ്ടല്ല വേറൊരു പോസ്റ്റും കൂടി ഇന്നലെ ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്,
അവിഹിതത്തിലുള്ള സ്വന്തം മകളെ ബാപ്പാക്ക് കല്യാണം കഴിക്കാം ഇസ്ലാം. ഇത് ഇന്നലത്തെ ലണ്ടൻ ഡിബേറ്റിൽ പറഞ്ഞതിന്റെ വേറൊരു വശമാണ്. ഇന്നലെ ഇവൻ ലണ്ടൻ ഡിബേറ്റിൽ പറഞ്ഞത് സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിലുണ്ടല്ല അവിഹിതത്തിലുണ്ടാകുന്ന മകളെന്ന് ചെറുങ്ങനായിട്ട് തിരുത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റിന്റെ അടിയിലുണ്ടല്ലോ ഒരുപാട് മുസ്ലിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട്. മോശമായിട്ടോ തെറി വിളിച്ചിട്ടോ ഒന്നുമല്ല കമന്റ്. അവര് ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഖുറാനിലുണ്ടെങ്കിൽ അതിന്റെ ആയത്ത് എവിടെ ആരിഫേ, അതിന്റെ തെളിവ് എവിടെ ആരിഫേ എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. അതിന് ഇത്ര സമയത്ത് നമ്മൾ ഈ ആർ പി ഹുസൈൻ എന്ന വേട്ടാവളിനുണ്ടല്ല ഒരു തെളിവും ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല. നമ്മളൊരു കാര്യം ചിന്തിച്ചാട്ടെ, നമ്മളുണ്ടല്ലോ ഒരു ഡിബേറ്റിന് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട രേഖ കൂടി നമ്മൾ കൊണ്ടുപോകൂലേ? അങ്ങനെ ഒരു രേഖ കയ്യിൽ വെക്കുക എന്നുള്ളത് മിനിമം ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ലേ? പക്ഷെ നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ ഇന്നലെ ലണ്ടനിൽ വൻ ചർച്ചക്ക് പോകുമ്പോഴില്ല അതിന്റെ രേഖയുണ്ടല്ല, അതിന്റെ രേഖ കയ്യിൽ പോലും വെച്ചിട്ടില്ല. എന്നിട്ട് അവിടെയുള്ളവര് നമ്മൾ ആരിഫ് ഹുസൈനോട് തെളിവ് ചോദിച്ചോണ്ടില്ല, നമ്മൾ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല അവിടെ ഇരുന്ന് മെഴുകലായിരുന്നു. അതായത് അങ്ങനെ ഒരു തെളിവുണ്ടല്ലോ ഇവൻ കയ്യിൽ വെക്കണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല ഖുറാനിൽ പറയണ്ടേ? അതായത് ഖുറാനിൽ പറഞ്ഞാൽ മാത്രമല്ലേ ഈ വേട്ടവളിന് അങ്ങനെ ഒരു സംഭവം കയ്യിൽ വെക്കാൻ പറ്റൂ? അതായത് ആരിഫ് ഹുസൈൻ വിചാരിച്ച് ഇവന്റെ കോളിംഗ് പരിപാടിയിൽ ഇവന് വായിത്തോന്ന് എന്തും പറയാല, അതുപോലെ ഉണ്ടല്ല അവിടെ പോയിട്ടും വായിത്തോന്നത് എന്തും പറയാന്നാണ് നമ്മൾ ആരിഫ് ഹുസൈൻ വിചാരിച്ചത്. പക്ഷെ അതുപോലുള്ള പരിപാടികളിൽ തെളിവ് മുഖ്യം ബീലെന്നുള്ള കാര്യമുണ്ടല്ല നമ്മൾ ആരിഫ് ഹുസൈൻ അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ആരിഫ് ഹുസൈന്റെ പരിപാടി എന്താണ്? സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടല്ല ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ തോറ്റിട്ടില്ല എന്ന് സംഘികളെയും ക്രിസ്തങ്കിലും ഉണ്ടല്ല അവരിവനെ വിശ്വസിപ്പിക്കണം. അതായത് സംഘികളും ക്രിസ്തങ്കിലും ഉണ്ടല്ല ഇവൻ തോറ്റുന്നെങ്ങാനും മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ല ഇവന്റെ വരുമാനം നിൽക്കും. അതായത് പിന്നെ ഇവരുണ്ടല്ല ഇസ്രായേലിലേക്ക് ലണ്ടനിലേക്കെല്ലാം പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടല്ല ആ ടിക്കറ്റ് ഉണ്ടല്ല സംഘികൾ വാങ്ങിക്കൊടുക്കൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരിഫ് ഹുസൈൻ ഉണ്ടല്ല അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും. വിറപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഇവനുണ്ടല്ല അധ്വാനിച്ച് ജീവിക്കാനും പറ്റൂല. ഇവൻ ആകെ അറിഞ്ഞത് സംഘികളെയും ക്രിസ്തങ്ങളും ഭരിച്ചിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ ആർപി ഹുസൈൻ അറിയൂ. പിന്നെ ആർപി ഹുസൈൻ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിനക്കുണ്ടല്ല സ്വന്തം മകളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നാണ് നിന്റെ ഈ പോസ്റ്റ് എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. നിനക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ല നീ ഉണ്ടല്ല ആ സംഭവം വേറൊരു മതത്തിന്റെ ഉണ്ടല്ല മതത്തിന്റെ തലയിൽ കെട്ടിയിടാൻ നിൽക്കേണ്ട ആരിഫേ. നീ പറഞ്ഞത് നീ ഒരു നിരീശ്വരവാദി എന്നല്ലേ? അങ്ങനെ നിരീശ്വരവാദിയെ നിനക്കുണ്ടല്ല ദൈവത്തിന് നിരക്കാത്ത ഇത്തരം പരിപാടികൾ ഉണ്ടല്ല പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ ഒരു ചറ്റത്തരം ചെയ്യണം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ചെയ്തു ആരിഫോ, നീ ചെയ്തോ. നീ ഇങ്ങനെ ഒരു ചറ്റത്തരല്ല ഇതിലും വലിയ ചറ്റത്തരം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഒരു ചറ്റത്തരം നിനക്ക് ചെയ്യാൻ വേണ്ടി ആ സംഭവം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് നീ സ്വയം വെളുപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ ആരിഫേ. നീ ഇതല്ല ഇതിലും വലിയ ചറ്റത്തരം ചെയ്താലുണ്ടല്ലോ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഘികളും ക്രിസ്തങ്ങളും ഉണ്ടാവും. കാരണം അവന്മാരെപ്പോഴത്തെ മണ്ടന്മാരുണ്ടല്ല ലോകത്ത് വേറെ ആരുമില്ലല്ലോ. പിന്നെ നിന്റെ ഈ പോസ്റ്റ് നീ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ തെളിവ് നീ 2 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ തെളിവ് തരാമെന്ന്. ആരിഫ് ഹുസൈൻ ഇത്തരം സംഭവങ്ങൾ ഖുറാന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് തെളിവ് തരാൻ വേണ്ടി 2 ദിവസം തരാണ്. 2 മിനിറ്റ് പോരെ? അതുകൊണ്ട് നിനക്ക് 2 ദിവസം എന്നല്ല 2 ജന്മം തപ്പിയാലുണ്ടല്ല അതിന്റെ തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഖുറാനിലുണ്ടല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉണ്ടല്ല എന്നെക്കാളും നല്ലതായിട്ട് നിനക്കറിയാം. പക്ഷെ നിനക്കെന്താ വേണ്ടത്? സംഘികളെയും ക്രിസ്തങ്ങളും ഉണ്ടല്ല കാലാകാലം ഇത് പറഞ്ഞിട്ടുണ്ടല്ല പറ്റിച്ച് ജീവിക്കണം. എന്തായാലും ആരിഫ് ഹുസൈനെ നീ വിചാരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മലയാളികൾ മൊത്തം ഉണ്ടല്ല നിന്റെ ഈ ലണ്ടൻ ഓട്ടം മറക്കുന്നതാണെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എന്റെ ആരിഫ് ഹുസൈനെ നീ ലണ്ടനോട് ഈ ഓട്ടം ഉണ്ടല്ല നിന്റെ ഈ ലണ്ടൻ ഓട്ടം നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. അപ്പോഴെന്തായാലും നമ്മൾ ആരിഫ് ഹുസൈനെ ലണ്ടൻ ഓട്ടം തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. എന്തായാലും ആരിഫ് ഹുസൈനെ ലണ്ടൻ ഓടിച്ച ചുണക്കുട്ടി അദ്നാൻ റഷീദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.